സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിക്കാൻ മറ്റൊരാളുടെ ജീവനെടുത്ത ക്രൂരത കേരള പോലീസിനെയും അന്വേഷണ സംഘങ്ങളെയും 4 പതിറ്റാണ്ടിലേറെയായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേര് സുകുമാരക്കുറുപ്പ്. 1984 ജനുവരി 21 ആലപ്പുഴയിലെ കരുവാറ്റയിൽ തുടങ്ങിയ ആ മനുഷ്യവേട്ടയ്ക്ക് 42 വർഷങ്ങൾക്കിപ്പുറവും അവസാനമായിട്ടില്ല. 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയ്ക്കായി നിരപരാധിയായ ചാക്കോ എന്ന യുവാവിനെ ചുട്ടുകൊന്ന കേസ് ആസൂത്രകനായ സുകുമാരക്കുറുപ്പ് എവിടെ? അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ? കേരളത്തിന്റെ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ മിസ്റ്ററി സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി. അബുദാബിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു PK ഗോപാലകൃഷ്ണക്കുറുപ്പെന്ന സുകുമാരക്കുറുപ്പ്. വലിയൊരു തുകയുടെ ഇൻഷുറൻസ് ക്ലെയിം തട്ടിയെടുക്കാൻ അയാൾ തിരക്കഥയാക്കിയത് സ്വന്തം മരണമാണ്. ആ മരണം ലോകത്തെ വിശ്വസിപ്പിക്കാൻ തന്റെ രൂപസാദൃശ്യമുള്ള ഒരു മൃതദേഹം കുറുപ്പിന് ആവശ്യമായിരുന്നു. 1984 ജനുവരി 21 സിനിമാ ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോ എന്ന ചെറുപ്പക്കാരൻ സുകുമാരക്കുറുപ്പിന്റെ കണ്ണിൽപ്പെടുന്നു. ലിഫ്റ്റ് നൽകി കാറിൽ കയറ്റിയ ചാക്കോയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് കുറുപ്പിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആലപ്പുഴ കരുവാറ്റയിൽ കാറിലിട്ട് തീവച്ചു. ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, മരിച്ചത് സുകുമാരക്കുറുപ്പാണെന്ന് ലോകം കരുതണം. എന്നാൽ കുറുപ്പിന്റെ ആസൂത്രണം പാളി. മരിച്ചത് കുറുപ്പല്ല, ചാക്കോയാണെന്ന് പോലീസിന്റെ ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. പിന്നീട് നടന്ന നാടകീയ നീക്കങ്ങളിൽ കൂട്ടുപ്രതികളായ ഭാസ്കരൻ പിള്ളയെയും ഡ്രൈവർ പൊന്നപ്പനെയും പിടിയിലാക്കി. അവർക്ക് കോടതി ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു. പക്ഷേ പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പ് അപ്പോഴേക്കും അതിർത്തികൾ കടന്ന് അപ്രത്യക്ഷനായിരുന്നു. ഇന്ത്യക്കകത്തും വിദേശത്തുമായി കുറുപ്പിനെ കണ്ടെന്ന 100 കണക്കിന് അഭ്യൂഹങ്ങൾ ഉയർന്നു. 2016 കുറുപ്പിനെതിരെ അറസ്റ്റ് വാറന്റ് പുതുക്കി. നിയമത്തിന് മുന്നിൽ ഹാജരാക്കാത്തതിനാൽ സാങ്കേതികമായി ഇന്നും പിടികിട്ടാപ്പുള്ളി മാത്രമാണ് സുകുമാരക്കുറുപ്പ്. അയാൾ മരിച്ചു എന്നതിനോ വിദേശത്ത് ഒളിവിൽ കഴിയുകയാണെന്നതിനോ കൃത്യമായ ഒരു തെളിവുകളുമില്ല. ഒരു കുടുംബത്തിന് നീതി നൽകാനാകാതെ കേരള പോലീസിന് ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യചിഹ്നമായി ആ പേര് അവശേഷിക്കുകയാണ്. സുകുമാരക്കുറുപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.